ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുടിയുടെ ആരോഗ്യത്തിന് സഹായകരമായ ഒരു നാച്ചുറൽ ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ടിപ്പിൽ പ്രധാന ചേരുവ നമ്മുടെ ഇഞ്ചി തന്നെയാണ് കേട്ടോ. ഇഞ്ചി തലയൊട്ടിയുടെ ആരോഗ്യം നിലനിർത്താനും മുടി നല്ല രീതിയിൽ പരിപാലിക്കാനും സഹായിക്കുന്ന അടിപൊളി ഒരു ടിപ്പാണിത്. മുടി നരച്ച മുടിനെ കറുപ്പാക്കാനും സഹായിക്കുന്ന കിടക്കാച്ച ഒരു സൂത്രവുമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് തയ്യാറാക്കുന്ന നോക്കാം. അപ്പോൾ നരച്ച മുടി കണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം ഇഞ്ചി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും, വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, നമ്മളിപ്പം മാവൊക്കെ അരിച്ചെടുക്കണം. നമ്മൾ ഏത് മാവ് മേടിച്ചാലും അരിച്ചിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അരിച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ച് നമ്മുടെ അരിപ്പയും കൊണ്ട് ഇങ്ങനെ അരിക്കുമ്പോൾ നമ്മുടെ ആ അരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഈ പൊടി വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ അരിപ്പയിലോട്ട് മാവ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു കുപ്പി ഗ്ലാസ് എടുക്കുക. അതിൽ ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ട് ഇതിനോട്ട് അടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. ഒരു തുള്ളി പോലും പൊടികൾ പാറിപ്പറന്ന് നമ്മുടെ വീടിനുള്ളിലൊന്നും ആകത്തുമില്ല, ദേഹത്തും തെറിക്കത്തില്ല. സൂപ്പറായിട്ട് പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും. അടിപൊളി. കുപ്പി ഗ്ലാസ് ആണ്, സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. പിന്നെ കുപ്പി ഗ്ലാസ് എടുക്കുക. കുപ്പി ഗ്ലാസ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ചില്ലി ഗ്ലാസ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് മാവൊന്ന് വാട്ടിയിട്ട് കുഴയ്ക്കാനായിട്ട് നല്ല ചൂടുണ്ടല്ലോ വാട്ടി കഴിയുമ്പോൾ, അപ്പോൾ അതൊന്ന് കുഴയ്ക്കാനായിട്ട് നമുക്ക് വളരെ നല്ലതാണ്. ഈ ഒരു ഗ്ലാസ് കൊണ്ട് ജസ്റ്റ് എണ്ണ തൂത്ത് കൊടുക്കുക, എന്നിട്ട് ആ ഗ്ലാസ് കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ രീതിയിലൊന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും വളരെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ചപ്പാത്തിക്കാണെങ്കിലും സൂപ്പറായിട്ട് ബോൾ പോലെ ചപ്പാത്തി പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ ചില്ലി ഗ്ലാസ് അടിപൊളിയാണ്. സ്റ്റീൽ ഗ്ലാസ് വേണമെന്നൊന്നുമില്ല, ചില്ലി ഗ്ലാസ് ആണ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ഇനി അടുത്ത നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന അടിപൊളി റെസിപ്പിയാണിത്. കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു നല്ല മോരുകറിയാണ് കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ് ഇതിന്. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ നമ്മുടെ പറമ്പിലുണ്ടായതാണ്. ആ കുമ്പളങ്ങ ഇതേ നീളത്തിൽ ഒന്ന് പകുതിയായി എടുത്തിട്ടുള്ളൂ, ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 6 പച്ചമുളക് കീറിയത്, അതുപോലെ തന്നെ 6 ചെറിയ ഉള്ളിയാണ് എടുക്കുക. സവാള ഇടരുത്, ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ്. ചെറിയ ടീസ്പൂണിന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ കുമ്പളങ്ങയ്ക്കകത്ത് വെള്ളത്തിൻ്റെ അംശം ഒരുപാട് കൂടുതലുള്ളത് കാരണം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ. മൂക്കാത്ത കുമ്പളങ്ങയാണ്, അല്ല നെയ് കുമ്പളങ്ങ എന്ന് കേട്ട് കാണുമല്ലോ എല്ലാവരും. ആ ഒരു കുമ്പളങ്ങയാണ്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചുകൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് വേവുന്ന സമയത്തിന് നമുക്ക് ഇതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ചിരകിയാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇളകി വന്നപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. അതിനുശേഷം ഇതൊരു 1/4 കപ്പ് തേങ്ങ കൊണ്ട് പൊടിച്ചെന്നെടുക്കുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിത് വെളുത്തുള്ളി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് രണ്ടും കൂടി ഇട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കണം. എന്നിട്ട് അരച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഇവിടെ അരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ആ കുമ്പളങ്ങ വെന്ത് കിടക്കുന്ന ഇതിലൊന്ന് വെന്തിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ കുമ്പളങ്ങ ഇവിടെ എല്ലാം റെഡിയായിട്ട് നല്ല വെന്ത് നല്ല വെള്ളമൊക്കെ വറ്റി കിടപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് അരപ്പ് ചേർത്ത് കൊടുക്കണം. പക്ഷേ അരപ്പ് ചേർത്ത് കൊടുക്കുന്ന മുമ്പ് നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരായാലും മതി, അല്ലെങ്കിൽ ഞാനിപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന തൈര് തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ മേടിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ തൈരാണ് മേടിക്കുന്നത്. ഇത് നമുക്ക് അതിൻ്റെ കട്ട ഉടക്കൊന്നും വേണ്ട. ആ കവറിലൊന്ന് എടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നല്ല ഒന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ കട്ടയുണ്ട് ഒടിഞ്ഞു പൊക്കോളും കേട്ടോ. അതിൻ്റെ പ്രത്യേകിച്ച് പാത്രത്തിലൊന്നും എടുത്ത് നമുക്ക് കലക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ അരച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു അരപ്പുണ്ടല്ലോ, തേങ്ങയും ജീരകവും അരച്ച അരപ്പിലേക്ക് ഈ ഇതും കൂടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി. മിക്സിയുടെ ജാറിയിട്ട് അടിക്കൊന്നും വേണ്ട. പകരം ഒന്ന് സ്പൂണും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ വെന്ത് കിടക്കുന്ന കുമ്പളങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ തിളപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചെറിയ ചൂടേ ആകാവുള്ളൂ. തിളച്ച് പോയി പിരിഞ്ഞു പോവിത്. അതുകൊണ്ട് തിളയ്ക്കാതെ നല്ല ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഒന്ന് താളിക്കണം. ആ താളിപ്പീര് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി നല്ല ടേസ്റ്റാണ്. വേറൊരു കഴിക്കാൻ ഈ ഒരു കറി ഉണ്ട് കേട്ടോ. വേറൊരു കറിയുടെ ആവശ്യമേ ഇല്ല. നമുക്ക് ഒരു ഉണക്കമീനും കൂടെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് താളിച്ചിട്ടെടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ ഒന്ന് ചൂടായിട്ട് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ ആ വെച്ച അടുപ്പിൽ നിന്ന് മാറ്റി വേറൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ വെക്കരുത്, ചൂട് കാരണം തിളച്ച് പോകാൻ സാധ്യത കൂടുതലാണ്. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
ആ കടായിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കടുക്, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി അരിഞ്ഞത്, പിന്നെ നമുക്ക് വത്തലമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ ഇല്ലാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ആ വത്തലമുളക് കൂടെ ചേർക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇട്ട് കൊടുക്കണേ. അപ്പോൾ കടുക് പൊട്ടിയിട്ട് വന്നപ്പോൾ ഉള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ച് കറിവേപ്പിലയിട്ട് ഒന്ന് താളിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കറി ഒന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. ഒരുപാട് മോരൊഴിക്കരുത്. ഒരു കവറിൻ്റെ പകുതി കവറ് മോരൊഴിക്കാവുള്ളൂ. ബാക്കി പകുതി കവർ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഫുള്ള് ഒഴിക്കേണ്ട കാര്യം, പ്രത്യേകമായിട്ടൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വൈറലായിക്കൊണ്ടിരിക്കുന്ന അടിപൊളി ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി വളരെ നല്ലതാണ്, നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചിയുടെ ഗുണങ്ങൾ മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ നല്ല നാച്ചുറലായിട്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഹെയർ ഡേക്കും പാക്കിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി എടുത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചതും കൂടാണ്, നമ്മൾ കടയിൽ നിന്ന് മേടിച്ചല്ല, നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത ഇഞ്ചിയും കൂടാണ് കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചി നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഞാനിത് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മുടിക്കുണ്ടാകുന്ന ഇപ്പം നര പോലെ എല്ലാവർക്കും മുടി നരച്ച് വരുന്നുണ്ട് അല്ലേ. ചെറിയ കുട്ടികൾക്ക് വരെ മുടി നരച്ച് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുടി നല്ല കൊഴിഞ്ഞു പോവുകയും അതുപോലെ നമ്മുടെ തലയ്ക്കൊക്കെ ഒരു ചൊറിച്ചിലും ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് ഇഞ്ചിയും കൊണ്ട് ഇങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇഞ്ചിയുടെ നീര് നല്ലപോലെ പിരിഞ്ഞെടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ വെള്ളവും അല്ലെങ്കിൽ റോസ് വാട്ടറും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഇത് നമ്മുടെ തലയോട്ടിയിലേക്ക് ഒന്ന് തേച്ച് കൊടുത്തു നോക്കും. മുടിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളൊക്കെ അടിപൊളി ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. തലയോട്ടിയിലെ രക്തയോട്ടം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. അതുപോലെ മുടി വേരുകൾക്ക് ആരോഗ്യകരമായ ഒരു ഇത് നൽകുന്നതാണ് കേട്ടോ. ആരോഗ്യകരമായിട്ട് തന്നെ വളർന്നു വരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തലയോട്ടിയിലെ ചൊറിച്ചിലും ചെറിയ താരനും കുറയ്ക്കാനൊക്കെ സഹായിക്കും. പിന്നെ മുടി പൊട്ടിപ്പോകുന്ന കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. തലയോട്ടി എപ്പോഴും നല്ല വൃത്തിയായിട്ട് നിലനിൽക്കുകയും ചെയ്യും, നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങൊന്ന് ചെയ്ത് നോക്കണം, അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്കേണ്ടതും കൂടാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഇഞ്ചി നീര് തനിയെ നിങ്ങൾ തലയിൽ ഇടരുത്, പകരം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലേക്ക് ഒന്ന് ചെറിയ രീതി നല്ല താരനും അതുപോലെ തന്നെ നല്ല ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് ഇത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. താരനൊക്കെ കൂടി നിൽക്കുമ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്തു നോക്കട്ടെ. ചെറിയ രീതിയിലൊരു മസാജോടെ ചെയ്തതിന് ശേഷം 10 മിനിറ്റ് തലയിലേക്ക് വെച്ചാൽ മാത്രം. അതിനുശേഷം സാധാ വെള്ളത്തിൽ അല്ലെങ്കിൽ ഷാമ്പു ഇട്ടുവാണെങ്കിലും താളിയിട്ടാണ് നിങ്ങൾ കഴുകിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ എൻ്റെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല രീതിയിലുള്ള റിസൾട്ട്. എനിക്ക് ചൊറിച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടിട്ടുണ്ട്. മുടിക്ക് വളരെ നല്ല മുടി നല്ല തിളക്കറന്ന് ഈ എണ്ണയും അതുപോലെ തന്നെ പിന്നെ നമ്മൾ അലോവേര ജെല്ലൊക്കെ തേക്കും നമ്മുടെ മുടി നല്ല കറുത്ത് തിളങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്, ഇരുമ്പ് ചട്ടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന നര അതുപോലെ അകാല നര കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന നരയൊക്കെ കുറയ്ക്കാനായിട്ട് ഒരു പരമാവധി നമുക്ക് നാച്ചുറലായിട്ട് മുടിയുടെ നരേനെ കുറയ്ക്കാൻ പറ്റും. വീട്ടിൽ കെമിക്കലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മുടി നരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി മുടികൾ നരച്ച് പിന്നെയും വരും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റം നമ്മുടെ മുടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതേ ഞാനൊരു നാരങ്ങ അരമുറി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ നാരങ്ങ ആണെങ്കിൽ ഒരു നാരങ്ങ എടുത്തോളൂ, ഇല്ലെങ്കിൽ മുഴുത്ത നാരങ്ങയുടെ അരമുറി നാരങ്ങ എടുത്തോളൂ കേട്ടോ. എന്നിട്ട് ആ നാരങ്ങ നീരിലേക്ക് ഇട്ട് കൊടുക്കുന്ന നെല്ലിക്കാപ്പൊടിയാണ്, 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി. ഇതിലേക്ക് ഹെന്ന വേണ്ട, നീലമരിപ്പൊടി ഒന്നും നമുക്ക് വേണ്ട. ഈ നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അതേ അളവിൽ ബ്രൂവിൻ്റെ പൊടിയാണ് കേട്ടോ. ഈ ബ്രൂവിൻ്റെ പൊടി നെല്ലിക്കാപ്പൊടിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും. നരച്ച മുടീനെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് നമ്മുടെ നെല്ലിക്കാപ്പൊടി. അതുപോലെ തന്നെ മുടി വളരാൻ സഹായിക്കുന്നതാണ്, താരം പോകാൻ സഹായിക്കുന്നതാണ്, അതെല്ലാവർക്കും അറിയാമായിരിക്കും. അതുപോലെ നാരങ്ങ നീര് നമ്മുടെ താരനൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. നാരങ്ങയ്ക്ക് പിന്നെ ഒരു ഇതിൻ്റെ എഫക്റ്റ് ഉള്ളത് കാരണം മുടിക്കൊക്കെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ എന്നും നിങ്ങൾ നാരങ്ങ ഉപയോഗിക്കരുത്, പകരം മാസത്തിൽ 1 മാത്രം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ഇപ്പം ഞാനതിൽ കോഫി പൗഡറും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് അടച്ച് ഇട്ടിട്ടെടുത്തപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. ഈ ഒരു മിക്സ് വേണം നമ്മുടെ തലയിൽ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ. നിങ്ങൾക്ക് ഒരുപാട് മുടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുക്കുക.
പിന്നെ എനിക്ക് ചെറിയ ചെറിയ നരയുള്ളത് കാരണം കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം എൻ്റെ നെറ്റിയുടെ സൈഡിലൊക്കെ ഉള്ള നരയൊക്കെ ചെറിയ ചെറിയ ഹെയറാണ് നരച്ചിരിക്കുന്നത്. അവിടെയെല്ലാം ഞാൻ തേച്ചതിന് 10-20 മിനിറ്റ് തലയിലേക്ക് വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ കഴുകി കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എടുത്ത് നിങ്ങൾ ബ്രഷ് കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല, കൈ കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല. കയ്യിലൊക്കെ വരുമ്പോൾ ഒരു കൈക്ക് ഒരു കറുപ്പ് നിറം വരും കേട്ടോ ഇത് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഗ്ലൗസ് ഇടുന്നത് തന്നെയാണ് നല്ലത്. കൈയൊക്കെ നമ്മുടെ കൈക്കകമൊക്കെ നല്ല കറുത്തിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തലമുടിയിലൊന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മുടെ തലയിലൊക്കെ തുണിയൊക്കെ ഇടുവാണെങ്കിൽ, തലയിൽ ഷോളൊക്കെ ഇടുവാണെങ്കിൽ അതിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്ത് ഒളിച്ചിറങ്ങത്തുമില്ല, തലയിൽ തുണിയിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല. നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ എൻ്റെ ഈ സൈഡിലൊക്കെ നല്ല ചെറിയ ഹെയർ ഉണ്ടായിരുന്നു, നരച്ച ഹെയർ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് മുടിയെല്ലാം തലയിലെല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഈ ടിപ്പുകൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അതുപോലെ കിച്ചൺ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.